ലെനോവോയുടെ ലെനോവോ ഷോക്ഷൻ പ്രോ GT എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ഷോക്ഷൻ പ്രോ GT എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലെനോവോ ഷോക്ഷൻ പ്രോ GTയിൽ 11.1 ഇഞ്ചിൻ്റെ 3.2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3200x2000 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ വില 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അത് ആ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പം നമുക്ക് ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തതിൽ ടാബുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് LCD പാനൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 458 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.99 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ താഴെ വരുന്ന പ്രോസസ്സറാണ്. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 8860 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്ത ആവറേജ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കപ്പാസിറ്റി വളരെ കൂടുതലൊന്നും ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. എന്നാലും മിക്കവാറും ഇതിൽ ടാബിൻ്റെ ബാക്കിൽ 13 MP ഒരു ക്യാമറ സെൻസറും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ആ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഓക്കെ എന്ന് പറയാവുന്നതാണ്. കാരണം ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പം ടാബ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് ഓക്കെയാണ് എന്ന് പറയാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ടാബ് ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ലോഞ്ച് ചെയ്യുക. ഇപ്പം ലെനോവോയുടെ യോഗ സീരീസിൽ വരുന്ന ടാബായിട്ടോ അല്ലെങ്കിൽ P സീരീസിൽ വരുന്ന ടാബായിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ലെനോവോയുടെ ലെനോവോ ഷോക്ഷൻ പ്രോ GT എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടെ കൂടാനും ചാൻസ് ഉണ്ട്. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ ഈ ടാബിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.